പരീക്ഷയ്ക്ക് ഇനി 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. പഠിച്ചതെല്ലാം ഓർത്ത് നോക്കേണ്ട സമയമാണ് ഇനി. അതാരാ ഉറങ്ങുന്നത്? എടാ ടിൻഡു, സ്കൂള് വിട്ടോ? എടാ ഞാൻ ഇവിടെ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? എടാ പരീക്ഷയ്ക്ക് ഇനി അധികം സമയമില്ല. അതെ, അത് ഞാൻ കേട്ടു. ഞാൻ പഠിച്ചതൊക്കെ ഓർത്തു നോക്കുകയായിരുന്നു. ടീച്ചർ ഇടയിൽ കയറി ശല്യപ്പെടുത്തിയത് എന്തിനാ? നശിപ്പിച്ചു. ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണം. എടാ നിന്റെ വിളച്ചിലൊന്നും എന്നോട് വേണ്ട. ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി ഉത്തരം പറഞ്ഞോണം. എടാ ദീപു, കേട്ടല്ലോ? ടീച്ചർ ഇപ്പൊ ചോദ്യം ചോദിക്കും, കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞോണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. അല്ല, ടീച്ചറിന്റെ സ്വഭാവം അറിയാലോ. തല്ലി പരിപ്പെടുത്ത് കളയും. നീ എന്തിനാ ദീപുവിനോട് ഇതൊക്കെ പറയുന്നത്? അല്ല, ടീച്ചർ ഇപ്പൊ അവനോട് ചോദ്യം ചോദിക്കുമല്ലോ. ദീപുവിനോടല്ല, നിന്നോടാ ചോദിക്കാൻ പോകുന്നത്. ഈ ടീച്ചർക്ക് എന്നെ തല്ലി കൊതി മാറിയില്ലേ? നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ. ടിൻഡുവിന്റെ കയ്യിലും കാണുമല്ലോ മൊബൈൽ ഫോൺ. അത് കണ്ടുപിടിച്ച ആളാരാണെന്ന് പറയാമോ? അറിയാം. നീ കൊള്ളാലോ. എങ്കിൽ പറ. തെക്കേ വീട്ടിലെ കുട്ടപ്പൻ. തെക്കേ വീട്ടിലെ കുട്ടപ്പനോ മൊബൈൽ കണ്ടുപിടിച്ചതോ? മിനിഞ്ഞാന്ന് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അതല്ല, നിനക്ക് വട്ടാണോന്ന്. എടാ തെക്കേ വീട്ടിലെ കുട്ടപ്പനാണോ മൊബൈൽ കണ്ടുപിടിച്ചത്? പിന്നല്ലാതെ ടീച്ചറാണോ? എന്റെ അച്ഛനെനിക്ക് പുതിയ 8000 രൂപയുടെ മൊബൈൽ വാങ്ങി തന്നിട്ട് പിറ്റേ ദിവസം കുറ്റിക്കാട്ടിൽ കളഞ്ഞു പോയപ്പോ തെക്കേ വീട്ടിലെ കുട്ടപ്പനാ കണ്ടുപിടിച്ചു തന്നത്. ഏന്നോ? അയാളെ സമ്മതിക്കണം ടീച്ചറെ. അണലി മൂർഖനുള്ള കുറ്റിക്കാട്ടിന്നാ കണ്ടുപിടിച്ചു തന്നത്. ദൈവമേ, ഞാൻ ആ ചോദ്യം തന്നെ വിട്ടു. കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഈഫൽ ടവർ എവിടെയാ? അത് പറ, അല്ലെങ്കിൽ തോല് ഞാൻ പൊളിക്കും. ടീച്ചർക്ക് തോലിന്റെ ബിസിനസ് ഉണ്ടോ? പഞ്ചായത്ത് പറയടാ, എവിടെയാ ഈഫൽ ടവർ? ഇത്രയും പേരിയ്ക്കുമ്പോ എന്നെ മാത്രം സംശയിക്കരുത് ടീച്ചറെ. സംശയമോ? എന്തിന്? ആ സാധനം എവിടെയാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. എടാ നിന്നെ ഞാൻ. സത്യമാ, വേണമെങ്കിൽ പരിശോധിച്ചോ. എന്റെ ട്രൗസറിനാണെങ്കിൽ കീശ പോലും ഇല്ല. ഇങ്ങനെ സംശയിക്കരുത് ടീച്ചറെ.